നിനക്ക് അത് തന്നെ വേണം. അർജുൻ അവിടെ നിന്ന് പറയുന്നത് ലക്ഷ്യ കൃത്യമായി കേട്ടു. എടാ, നീ വല്ല സ്വിഗ്ഗിന്നോ സൊമാറ്റോന്നോ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്. എന്നിട്ട് വേണം അവളെൻ്റെ മൂക്കിന് പഞ്ഞി വെച്ച് കിടത്താൻ. നടക്കില്ല മോനെ, ലക്ഷ്യ നിസ്സഹായാവസ്ഥയോടെ പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, യൂട്യൂബ് നോക്കി തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ നോക്ക്. അല്ല, ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? ലക്ഷ്യനോട് ഗൗതം അത് ചോദിച്ചതും ലക്ഷ്യ മറുപടി പറഞ്ഞു. അധികമായാൽ അമൃതവും വിഷം എന്നല്ലേ നീ പറയാൻ പോകുന്നത്? എനിക്ക് ഇത് അധികമായി തോന്നിയില്ല. ലക്ഷ്യ വില പോവണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയും പറയാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതേ, അറിയാത്ത പിള്ള അറിയുമ്പോൾ ചൊറിയൊന്നാണ്. ഗൗതം അത് പറഞ്ഞതും അർജുൻ തൊട്ടരികിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് കുമാരേട്ടാ. എനിക്ക് തോന്നിയത് ഇതൊന്നുമല്ല. അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണ വായന, അതാണ്. ഇത്തവണയും അർജുൻ ഗോളടിക്കാൻ മറന്നില്ല. പിന്നെ നീ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് എടുത്തോ. ഇവിടെ മനുഷ്യൻ വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുക എന്നും പറഞ്ഞ് ഗൗതം കോൾ കട്ട് ചെയ്തു. ചേടാ, ഇവൾ കണ്ണി കണ്ട ഫാമിലി വ്ളോഗർമാരുടെ വീഡിയോസും കണ്ട് മനുഷ്യന് പണി തരാൻ ഇറങ്ങിയിരിക്കുക. അവന്മാർ കോണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് കരുതി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ ഇത്? ഈ യൂട്യൂബർമാരെ കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് യൂട്യൂബേഴ്സിനെ പ്രാഗിക്കൊണ്ട് യൂട്യൂബ് തുറന്ന് അതിൽ നിന്ന് ഫ്രൈഡ് റൈസ് മേക്കിംഗ് വീഡിയോ കാണാൻ തുടങ്ങി. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് തുലക്കൻ്റെ അമ്മച്ചിയെ, ഒരു മിനിറ്റിൻ്റെ കാര്യം 1 മണിക്കൂർ കൊണ്ട് പറയുന്ന അമ്മച്ചിയെ നമിച്ചു എന്നും പറഞ്ഞ ശേഷം ഷോർട്സ് വീഡിയോ കണ്ട് എൻ്റെ അടുക്കള പരമ്പര ദൈവങ്ങളെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് കുക്കിംഗ് ആരംഭിച്ചു. ഒടുവിൽ ലക്ഷ് യൂട്യൂബ് നോക്കി നല്ല ഒന്നാന്തരം ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അവളെ കഴിപ്പിച്ച് പിണക്കൊക്കെ മാറ്റി എന്തൊക്കെയോ പറഞ്ഞ് മാളവിൻ്റെ അടുക്കലാക്കി തിരിച്ചു പോന്നു. ഇതേ സമയം സെക്യൂരിറ്റിയെ കെട്ടിയിട്ട മുറിയിലിരുന്ന് മിഥുൻ തൻ്റെ ഫോണിൽ കൂടി മൂവി കണ്ട് കാര്യമായ ചിരിയിലാണ്. ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ച് മണ്ണ് കപ്പുന്ന മിഥുനെ സെക്യൂരിറ്റി ഒന്നും നോക്കാതിരുന്നില്ല. അയാളുടെ നോട്ടം കണ്ട് മിഥുൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, അജ്ജാതി കോമഡി പടാണ്. കമ്പനിക്ക് കൂടുന്നോ? നമുക്ക് ഒരുമിച്ച് ചിരിക്കാനേ. നാളെ ചേട്ടൻ്റെ കഥ എന്തായാലും കഴിയും. വേണേ ഇത് കണ്ട് ചിരിച്ച് ചേട്ടൻ ആയുസ് കൂട്ടിക്കോ. ചേട്ടൻ ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ പോരായിരുന്നോ? ചേട്ടൻ അച്ചുവേട്ടനെ ഉറപ്പായും വെറുതെ വിട്ടേനെ. ഉണ്ട ചോറിനുള്ള നന്ദിയൊക്കെ ചേട്ടൻ ആവശ്യത്തിൽ കൂടുതൽ കാട്ടിക്കഴിഞ്ഞു. എത്ര ഇടിയാണ് കൊണ്ടത്. വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ കാത്തിരിപ്പുണ്ടാവില്ലേ? അവർക്ക് വേണ്ടി ഉള്ളത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. അല്ലേലും ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ. മിഥുൻ കാര്യമായി ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കി. എന്ത് കാര്യം? ശങ്കരൻ പിന്നെയും ദേ തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ. എൻ്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാ. എനിക്കൊന്നും അറിയില്ല. സെക്യൂരിറ്റി വീണ്ടും പറഞ്ഞു. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഉണ്ടായ മറ്റു 3 പേരുണ്ടല്ലോ, കണ്ണിച്ചോര ഇല്ലാത്തവന്മാരാ. കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്ന് തള്ളിയിരിക്കും. വെട്ടൊന്ന് മുറി 2, ആ പ്രകൃതമാണ് 3നും. കൂട്ടത്തിൽ ഞാനാണ് ഇത്തിരി പാവം. ഇനി ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അല്ല, ചേട്ടൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഈ അന്ത്യാഭിലാഷമേ. പറഞ്ഞോ ചേട്ടാ, എനിക്ക് പിറക്കാതെ പോയ അച്ഛനാണെന്ന് കരുതി ഞാൻ സാധിച്ചു തരും. പിന്നെ ബിരിയാണിയോ നെയ്ച്ചോറോ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇവിടെ ഇപ്പോൾ കൊണ്ടുവരാൻ ആരുമില്ല. അതുമല്ല, നമ്മുടെ ടൗണിൽ നിന്നും ഒരുപാട് ഉള്ളിലായി ബിൽഡിംഗ് ഉള്ളത്. മോനെ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? അത് ന്യായം. വേണമെങ്കിൽ ഞാൻ നാരങ്ങ വെള്ളം തന്നെ കൊണ്ടുവരാം. പക്ഷെ കുറച്ച് സമയം പിടിക്കും എന്നും പറഞ്ഞു മിഥുൻ തൻ്റെ ഫോൺ അവിടെ വെച്ച് പുറത്തേക്ക് നടന്നു. മിഥുൻ ഫോൺ വെക്കുന്നത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. അവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയ അയാൾ കയ്യിലെ കെട്ടഴിച്ച് ഫോൺ കൈക്കലാക്കി. അതിൽ മൂവി പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഫോൺ ലോക്കലായിരുന്നു. അയാൾ പെട്ടെന്ന് ഏതോ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് അടുപ്പിച്ച് നടന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. താൻ അപകടത്തിലാണെന്നും തന്നെ അവർ കൊല്ലാൻ പോവുകയാണെന്നും അങ്ങനെ വന്നാൽ താൻ എല്ലാം തുറന്ന് പറഞ്ഞെന്ന് വരാം. അതിനു മുൻപ് തന്നെ രക്ഷിക്കണം. ഈ മൊബൈൽ നമ്പർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വന്നാൽ മതിയെന്നും ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞതും മറുതലക്കൽ നിന്നുള്ള ഒരു സ്ത്രീ അയാളെ രക്ഷിക്കുക എന്ന് ഉറപ്പ് നൽകി. ആ ഒരു ആശ്വാസത്തിൽ അയാൾ കോൾ കട്ട് ചെയ്ത് നമ്പർ ഡിലീറ്റ് ചെയ്ത് ഫോൺ എടുത്തെടുത്ത് വെച്ച് ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. സമയം രാത്രി 2 മണി. മുഖംമൂടി അണിഞ്ഞ ഒരു പെണ്ണ് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്ത് കയറി സെക്യൂരിറ്റിയെ മിഥുനുള്ള മുറിയിലേക്ക് ചെന്നു. മിഥുൻ അന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു. സെക്യൂരിറ്റിയുടെ അരികിൽ ചെന്ന് അയാളുടെ കെട്ടഴിച്ചു മാറ്റാൻ നേരാണ് പിന്നിൽ നിന്നും ആരോ തൻ്റെ കഴുത്തിന് ചുറ്റി പിടിച്ചിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കിയത്. അവളുടെ കഴുത്തിന് പിടിച്ചയാളുടെ മുഖം കണ്ടതും സെക്യൂരിറ്റി ഒന്ന് പതറി. തൊട്ടടുത്ത നിമിഷം ഉറക്കം നടിച്ച് കിടന്നിരുന്ന മിഥുൻ എഴുന്നേറ്റതും സെക്യൂരിറ്റിക്ക് മനസ്സിലായി ഈ പയ്യൻ തനിക്കിട്ട് പണി തന്നതാണെന്ന്. മിഥുൻ പെണ്ണിൻ്റെ മാസ്ക് ബലം ഉപയോഗിച്ച് മാറ്റിയതും ലക്ഷ് അവളുടെ മുഖം കണ്ട് ഞെട്ടി. വേദിക, അപ്പൊ നീയായിരുന്നു അല്ലേ ഇതിനകത്ത് മറഞ്ഞു നിന്ന് കളിച്ചത്? നിന്റെ കൂടെ വന്നവനെയും പൊക്കിയിട്ടുണ്ട്. ഇനി 2 പേരും രക്ഷപ്പെടാമെന്ന് കരുതുകയൊന്നും വേണ്ട. എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ 2 പേരും സത്യം പറയുന്നതാണ് നല്ലത്. ആദ്യം നീ തന്നെ തുടങ്ങിക്കോ. കൂടുതൽ വിളച്ചിലെടുക്കാതെ പറയുന്നതാവും നല്ലത്. അർജുൻ, അവനെ കൂടി കൊണ്ടുവാ എന്ന് പറഞ്ഞതും അർജുൻ ആദർശിൻ്റെ കഴുത്ത് പിടിച്ച് മുറിയിലേക്ക് തള്ളി.
ഇനി പറ, എന്തിനാണ് ആ പെണ്ണിനോട് അങ്ങനെ ഒരു ക്രൂരത നിങ്ങൾ ചെയ്തത്? അതിനു മാത്രം എന്ത് തെറ്റാണ് അവൾ നിന്നോട് ചെയ്തത്? ലക്ഷ് വേദിക്ക് നേരെ തിരിഞ്ഞു. അവളൊന്നും പറയുന്നില്ല എന്ന് തോന്നിയതും ലക്ഷ് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അതെ, ഞാൻ തന്നെയായി സെക്യൂരിറ്റിയുടെ സഹായത്തോടെ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൊല്ലാൻ തന്നെ അവളെ പൊക്കിയത്. വേദിക ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് പറഞ്ഞു. എന്തിനാണ് നീ അത് ചെയ്തത്? പറയടി, പറയാൻ എന്നും പറഞ്ഞ് ലക്ഷ് അവളുടെ കഴുത്തിന് പിടിച്ചു. എന്തിനാണെന്നോ? എങ്കിൽ കേട്ടോളൂ. അവൾ ജീവിച്ചിരുന്ന അതെൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തോന്നി, അതുകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാനാണ് കൊന്നത്. അതിനു മുൻപേ ഇവൻ അവളെ നന്നായിട്ട് ആസ്വദിക്കാൻ വിട്ടുകൊടുത്തു. ആദർശിനെ ചൂണ്ടി വേദിക അത് പറഞ്ഞു ചിരിച്ചതും തൊട്ടടുത്ത നിമിഷം ആരോ വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു മുഖം ചുവരിലേക്ക് തുടരെ ഇടിച്ചു. അവൾ വേദന കൊണ്ട് അലറി. മഹി, വിട്, അവൾ പറയട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ അവസരം തരാം എന്നും പറഞ്ഞ് ലക്ഷ് മഹിയെ പിടിച്ചു മാറ്റി. അവളുടെ നെറ്റി പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളോട് അവൾ മഹിയെ ഒന്ന് നോക്കി. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കണ്ട് വേദിക മിഴികൾ താഴ്ത്തി. അച്ചുവേട്ട, അവളുടെ അണ്ണാക്കിലേക്ക് ആ ബുള്ളറ്റ് അങ്ങ് കുത്തി കയറ്റിക്കേ, അപ്പോൾ അവൾ സത്യം പറയൂ. മിഥുൻ അത് പറഞ്ഞതും ലക്ഷ് ഗണ്ണെടുത്തു. അതുകണ്ട് പേടിച്ചു വേദിക പറയാൻ തുടങ്ങി. ഞാനും ശാരികയും ഒരേ കോളേജിലായിരുന്നു PG ചെയ്തത്. MBA സെയിം ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ. പഠനകാര്യത്തിൽ ഞാനും അവളും ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. പഠിക്കാൻ അവൾ എന്നേക്കാൾ ഒരു പടി മുന്നിലായിരുന്നാലും ക്ലാസ് ടോപ്പർ ഞാൻ തന്നെയായിരുന്നു. അതിന് കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജും ആയ സിബിൻ സാറും ഞാനും തമ്മിലുള്ള ബന്ധം തന്നെയായിരുന്നു. എനിക്ക് പലതും നേടണമായിരുന്നു. അതിന് ആ ഒരു ബന്ധം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അയാൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ നൽകുകയായിരുന്നു. അത് കേട്ടതും അവിടെ നിന്നിരുന്നവരെല്ലാം അവളെ നോക്കി പുച്ഛിച്ചു. വേദിക തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഇനോഗ്രേഷന് വേണ്ടി നമ്മുടെ മന്ത്രി കോളേജിലേക്ക് വരുന്നത്. മന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ ശേഷമാണ് സിബിൻ സർ എന്നെ ലൈബ്രറിയിലേക്ക് വിളിപ്പിക്കുന്നത്. ഞാൻ മന്ത്രിക്ക് മുന്നിൽ ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ കിട്ടാൻ പോകുന്നത് ആദ്യമായി കോളേജിൻ്റെ പേരിലും തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും തൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി ലെവൽ റാങ്ക്, അതും ഫസ്റ്റ് പൊസിഷൻ. ഞാൻ പഠിക്കാൻ മിടുക്കുകയാണെങ്കിലും റാങ്കിന് അർഹയല്ല എന്ന് സ്വയം അറിയാവുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. സിബിൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ആദ്യമായി കോളേജിൽ റാങ്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ക്രെഡിറ്റ് അയാൾക്ക് വേണമായിരുന്നു. അങ്ങനെ സിബിൻ സാറുമായുള്ള സംസാരത്തിനൊടുവിൽ തന്നെ ലൈബ്രറിയിലെ റെസ്റ്റ് റൂമിലേക്ക് അയച്ചു സാർ പുറത്തിറങ്ങി. കുറച്ചു നേരത്തിന് ശേഷം മന്ത്രി കാര്യം കഴിഞ്ഞ് ലൈബ്രറി വിട്ടിറങ്ങി. പിന്നാലെ താനും. പറഞ്ഞതുപോലെ തന്നെ മന്ത്രി വാക്ക് പാലിച്ചു. ആദ്യമായി എൻ്റെ പേരിലും കോളേജിനൊരു റാങ്ക്. ഞാനും അയാളും സിബിൻ സാറും മാത്രം അറിഞ്ഞിരുന്ന ആ രഹസ്യ സംഭാഷണത്തിന് മറ്റൊരാൾ കൂടി സാക്ഷ്യം വഹിച്ചിരുന്നു എന്നത് താൻ അറിയുന്നത് തൻ്റെ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോയിലൂടെയായിരുന്നു. അന്ന് ലൈബ്രറിയിൽ നടന്ന സംസാരവും അതിനുശേഷം നടന്നത് മുഴുവനും ആരോ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നു. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും ആരാണ് ആ വീഡിയോ അയക്കുന്നത് എന്നറിയാൻ തനിക്ക് പറ്റിയിരുന്നില്ല. ഇതെങ്ങാനും പുറത്തു വന്നാൽ എൻ്റെ ബാക്കിയുള്ള ലൈഫ് എന്തായിരിക്കുമെന്നത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അതിനാൽ ആളെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാവൂ എന്നായിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കോളേജിലെ ലൈബ്രറിയിലെ അന്നേ ദിവസത്തെ CCTV ഫുട്ടേജ് സംഘടിപ്പിച്ചെങ്കിലും ആ സമയം സിബിൻ സർ അവിടുത്തെ മിക്ക ക്യാമറയും ഓഫ് ചെയ്ത് വെച്ചിരുന്നു. എങ്കിലും അതിന് കുറച്ച് മണിക്കൂറുകൾ മുൻപുള്ള വീഡിയോസ് പരിശോധിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. ഞങ്ങളുടെ സംഭാഷണത്തിന് മുൻപ് ലൈബ്രറിയിൽ ചെന്നിരുന്നത് ആകെ 5 പേരായിരുന്നു. അതിൽ 2 ബോയ്സും 3 ഗേൾസും. അതിലൊരു പെൺകുട്ടി ഒഴികെ ബാക്കി 4 പേരും തിരികെ ഇറങ്ങുന്നത് കാണാം. അത് മറ്റാരും ആയിരുന്നില്ല, ശാരിക ആയിരുന്നു. പക്ഷെ കൂടുതൽ തെളിവുകൾ കിട്ടാതെ അവൾക്കെതിരെ നീങ്ങാനും എനിക്ക് പറ്റില്ലായിരുന്നു. ഒരു തവണ മാത്രമേ ആ വീഡിയോ എനിക്ക് ആ നമ്പറിൽ നിന്ന് വന്നുള്ളൂ എന്നതുകൊണ്ടും ഞാൻ പിന്നീട് കൂടുതൽ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞില്ല. അത് മറന്നു കളഞ്ഞു. അങ്ങനെ ഇരിക്കെ 1 വർഷത്തിന് ശേഷമാണ് മേഘയുടെ കൂടെ ഇവളെ കാണാൻ ഞാൻ ചെല്ലുന്നത്. ആ വീഡിയോ സംഭവം നടക്കുന്നതുവരെ ക്ലാസ്മേറ്റ് എന്ന നിലയിൽ ഞാനും ശാരികയും തമ്മിൽ ശത്രുത ഒന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് മേഘയുടെ കൂടെ എന്നെ കണ്ടതും ശാരികയുടെ മുഖത്ത് പുച്ഛമാണ് കണ്ടത്. അതുകൂടാതെ അവൾ എന്തൊക്കെയോ കുത്തി പറയുന്നത് പോലെ തോന്നിയതും ഞാൻ ഉറപ്പിച്ചിരുന്നു ആ വീഡിയോ അയച്ചത് അവളായിരുന്നു എന്ന്. അതോടെ എൻ്റെ പേടി തിരിച്ചു വന്നു. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും അതിൻ്റെ ഒറിജിനൽ വീഡിയോ സ്വന്തമാക്കണം എന്ന് കരുതിയിട്ടാണ് ഈ സെക്യൂരിറ്റിയുടെ സഹായത്തോടെ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അവൾക്ക് ഓവർ ടൈം ആണെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചപ്പോൾ അതിന് പറ്റിയ അവസരമാണെന്ന് തോന്നി ഞാൻ ആദർശിൻ്റെ സഹായത്തോടെ പുറത്ത് വണ്ടിയിൽ കാത്തിരുന്നു. അപ്പോഴാണ് മഹേഷിനെയും അവൻ്റെ അച്ഛനെയും കാണുന്നത്. അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൾ പോവാനിരുന്നപ്പോൾ ദേഷ്യം തോന്നി. പക്ഷേ അയാളുടെ കൂടെ പോവാതെ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ഇര കൈപ്പിടിയിൽ ഒതുങ്ങിയ സന്തോഷമായിരുന്നു എനിക്ക്. മഹേഷിൻ്റെ അച്ഛൻ പോയതും ശാരികയ്ക്ക് മുമ്പിൽ ആദർശിൻ്റെ വണ്ടി വന്നു നിന്നു. കൊണ്ട് ഞങ്ങൾ പോയത് അവൻ്റെ പരിചയക്കാരൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കും. എന്നെ കണ്ടതും അവൾ സമ്മതിച്ചു ആ വീഡിയോ എടുത്തത് അവളാണെന്നും ഇപ്പോഴും തൻ്റെ കൈവശം ഉണ്ടെന്നും ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് ഇത്രയും നാൾ ഒന്നിനും തുനിയാത്തതെന്നും. ഈ വരുന്ന ഇലക്ഷനിൽ മന്ത്രി വീണ്ടും മത്സരിക്കുന്നുണ്ട്. അന്നേരം അയാളുടെ മുഖംമൂടി വലിച്ചു കീറുമെന്നും കൂടെ എൻ്റെയും എന്നവൾ പറഞ്ഞപ്പോൾ എൻ്റെ ദേഷ്യം ഇരട്ടിച്ചു.
പക്ഷെ എത്ര തല്ലിയിട്ടും തൻ്റെ കയ്യിലുള്ള തെളിവുകൾ എവിടെയാണെന്ന് മാത്രം പറഞ്ഞില്ല. ഇത് പുറത്തു വരാതിരിക്കാൻ ഇവളെ കൊല്ലുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് തോന്നി ഞാൻ കൂടുതൽ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഇവൻ അവളുടെ സൗന്ദര്യം കണ്ട് സഹിച്ചില്ല. അതോടെ അവൾ ഇവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞുടഞ്ഞു. അവസാന ശ്വാസം വിലങ്ങിയത് എൻ്റെ കൈക്കൊണ്ടു. വേദിക പറഞ്ഞു നിർത്തിയതും ആദർശ് മഹിയുടെ ചവിട്ടേറ്റ് നിലത്ത് വീണിരുന്നു. മഹി അവൻ്റെ കലി അടങ്ങുന്നത് വരെ ആദർശിനെ തല്ലി. ലക്ഷ് മഹിക്ക് നേരെ ഒരു ഇരുമ്പ് വടി കൊടുത്തതും മഹി അവൻ്റെ ഇരു കാലും കൈയും അടിച്ച് തകർത്തു. ഷാരി അനുഭവിച്ചതിൻ്റെ അത്ര വരില്ലെങ്കിലും വേദന എന്താണെന്ന് അറിഞ്ഞുള്ള മരണം അവന് കൊടുക്കണം എന്നവർക്ക് നിർബന്ധമായിരുന്നു. ശേഷം മഹി വേദികയ്ക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? മഹി ചോദിച്ചു. മഹിയുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ അവൾ വെന്തുരുകി. ഇല്ല, വേദിക പതിയെ പറഞ്ഞു. അവളുടെ കഴുത്തിന് പിടിച്ച് ചുവരിലേക്ക് വീണ്ടും വീട്ടുപിടിച്ചു. ഒടുവിൽ അവൾ തളർച്ചയോടെ വീണതും മഹി നിർത്തി. ശേഷം ലക്ഷ്മിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരെയും അവർ വന്ന കാറിൽ കെട്ടിയിട്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വളരെ വിദഗ്ധമായി ഒരു ബോംബ് ബ്ലാസ്റ്റിങ്ങിലൂടെ കത്തിച്ചാമ്പലാക്കി. ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ് ശിവാനിക്ക് ഇതൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയും അവരെ ശിക്ഷിക്കുന്ന വീഡിയോ അവൾക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തപ്പോൾ ശിവാനിയുടെ മുഖത്തെ ഭാവം ലക്ഷ് നോക്കി കാണുകയായിരുന്നു. അവളുടെ മുഖത്തെ സന്തോഷം അന്നേരം അവനെ അത്ഭുതപ്പെടുത്തി. എല്ലാം കഴിഞ്ഞു അവൾ അവനെ ഇറുകെ പുണർന്ന് കരയുമ്പോൾ ഇനി ഇതൊരു സ്വപ്നം മാത്രമായി കരുതി മറന്നു കളയണം എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതം മൂളി. ലക്ഷിൻ്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. പിന്നീട് ലക്ഷ്യം ശിവാനിയും നന്ദനത്തിലേക്ക് തിരികെ ചേർന്നു. മഹാദേവന്റെ കാലിൽ വീണ് മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കുമ്പോൾ മഹാദേവൻ കാര്യം അറിയാതെ ലക്ഷ്മിയെയും ശിവാനിയെ നോക്കി. ഇക്കാര്യങ്ങളൊന്നും ആരും അറിയരുതെന്ന് ലക്ഷ്മി നിർബന്ധമായിരുന്നു. ശിവാനി ഇപ്പോൾ കാണാതായ അവരുടെ മകളുടെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അയാൾ പുറത്ത് കാണിക്കുന്നില്ല എങ്കിലും ശിവാനി തൻ്റെ മകളാണെന്ന് കരുതിയിരിക്കുവാണ്. ശിവാനിയുടെ സഹായത്തോടെ ലക്ഷ് ഷാരിയുടെ മുറി പരിശോധിച്ച് ആ വീഡിയോ അടങ്ങുന്ന ചിപ്പ് കണ്ടെടുക്കുകയും അതൊരു അജ്ഞാത വീഡിയോ പോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തതോടെ എല്ലാവരുടെയും തനിനിറം പുറത്തു വന്നു. പക്ഷേ വീഡിയോ എടുത്ത ആൾ ആരാണെന്ന് മാത്രം എന്നതിനൊരു തെളിവും കിട്ടിയില്ല. കാട്ടുപ്രദേശത്തു നിന്നും കത്തിക്കരിഞ്ഞ ബോഡിയുടെയും കാറിൻ്റെയും അവശിഷ്ടവും മറ്റും കിട്ടിയെങ്കിലും അതാരാണെന്ന് പോലീസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇവിടേക്കും വളരെ വിദഗ്ധമായിട്ടാണ് ലക്ഷും ബാക്കിയുള്ളവരും കരുക്കൾ നീക്കിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് ലക്ഷിൻ്റെയും ശിവാനിയുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ശിവാനിയുടെ വയറിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ ചലനം ആദ്യമായി അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോൾ ശിവാനി ആദ്യമായി മറ്റൊരു ലക്ഷിനെ കാണുകയായിരുന്നു. കാമുകനിൽ നിന്നും ഭർത്താവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ലക്ഷ്. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ലേബർ റൂമിൻ്റെ ഡോർ തുറന്നു ശിവാനി പ്രസവിച്ചു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ആ മുഖത്ത്. കുഞ്ഞിനെ കാണുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ പെണ്ണിനൊന്ന് കണ്ടിരുന്നില്ല എന്നാണ്. ലക്ഷ ആഗ്രഹിച്ചതുപോലെ തൻ്റെ കുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ കൈകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ആദ്യമായി കുഞ്ഞിക്കവളിൽ ചുണ്ട് ചേർത്തപ്പോൾ തൊട്ടരികിൽ കുഞ്ഞു മാമനുണ്ടായിരുന്നു. ശ്രാവൺ കുഞ്ഞിക്കൈയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ചേട്ടനെ പോലെ തന്നെയാ വാവ. അത് കേട്ടതും ലക്ഷ് കുഞ്ഞിനെ മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചു. ശരിയാണ്, തൻ്റെ ചായ ശരിക്കും ഉണ്ടെങ്കിലും എവിടേക്കോ ശിവാനിയുടെയും ലക്ഷിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. 4 വർഷങ്ങൾക്ക് ശേഷം ലക്ഷ് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിലെ സിങ് ചെയറിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അന്നേരമാണ് കുഞ്ഞ് പല്ല് കാട്ടി കിളിങ്ങി ചിരിച്ചുകൊണ്ട് ജാനിക്കുട്ടി എന്ന ജാനിക ലക്ഷ് പപ്പയുടെ മടിയിൽ വന്നിരിക്കുന്നത്. ജാനിക്കുട്ടിയെ വട്ടം ചുറ്റിപ്പിടിച്ച് ലക്ഷ് പെട്ടെന്ന് തന്നെ സംസാരം അവസാനിപ്പിച്ചു. ജാനിക്കുട്ടിയുടെ കുഞ്ഞിക്കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ലക്ഷ് ചോദിച്ചു, എന്താ എൻ്റെ ജാനിക്കുട്ടിക്ക് ഒരു കള്ള ലക്ഷണം? അത് കേട്ട് ജാനി അവനെ നോക്കി നന്നായിട്ട് ചിരിച്ചതും ഇരു കവളിലും നുണക്കുഴികൾ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം ലക്ഷ് അത് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. ലക്ഷിൻ്റെ രാജകുമാരിക്ക് അവനെ പോലെ തന്നെ മനോഹരമായ പൂച്ചക്കണ്ണുകളാണുള്ളത്. ആഹാ, കള്ളച്ചിരിയാണല്ലോ. അപ്പോൾ എന്തോ ഒന്നുണ്ടല്ലോ. അമ്മയെ പേടിച്ച് ഓടി വന്നതാ? ഇന്നെന്താ ജാനിക്കുട്ടി പൊട്ടിച്ചത്? ലക്ഷ് അത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ ചവിട്ടിത്തുള്ളിക്കൊണ്ട് ശിവാനി വന്നതും ജാനി ലക്ഷിൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. ഡി ഇങ്ങോട്ട് നോക്ക്, ശിവാനി കയ്യിൽ ചട്ടുകം പിടിച്ചുകൊണ്ട് പറഞ്ഞതും ലക്ഷ് കുഞ്ഞിനെ ഇറുകെ പുണർന്നു. കണ്ണിട്ട് അവളെ താഴെ ഇറക്കിക്കേ, അവൾക്ക് നല്ല അടിയുടെ കുറവുണ്ട്. നിനക്കും. എന്താ പറഞ്ഞത്? ശിവാനി ലക്ഷിൻ്റെ പറച്ചിൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചോദിച്ചു. ഈയിടെയായി നിനക്കും അടിയുടെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞതാ. എന്ന് വെച്ചാ കുന്തം. നിനക്കിത് എന്തിൻ്റെ കേടാൻ്റെ ശിവാനി? എന്തിനാ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? കുഞ്ഞുങ്ങളായാത്തിരി കുസൃതിയൊക്കെയും കാട്ടിയെന്ന് വരാം. എന്ന് വെച്ച് ഇതുപോലെ അടിക്കുകയാണ് വേണ്ടത്? ഓ, ഇപ്പോൾ കുറ്റം എനിക്കായോ? നിങ്ങളാ ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത് എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന ചട്ടു അവൻ്റെ കാലിലേക്ക് വലിച്ചെറിഞ്ഞ് ഒറ്റ പോക്കായിരുന്നു. ഓൺ ദി സ്പോട്ട് ലക്ഷ് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യമായ പരിക്കുകളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടെന്ന് പറയാം. ജാനിമോളെ, ഇനി എഴുന്നേറ്റോ, പോരാളി പോയി. അല്ല ജാനിക്കുട്ടിയെ, അമ്മ കലിപ്പ് മോഡിലാണല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? കുഞ്ഞിക്കൊലിസണിഞ്ഞ കുഞ്ഞിക്കാലിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് ലക്ഷ് ചോദിച്ചു. അതോടെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പപ്പയുടെ കവളിൽ പല്ലുകൾ ആഴ്ത്തിയതും ലക്ഷ് അവളെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, നീ അമ്മയുടെ മോൾ തന്നെ.
ഇനി പറ എന്താ കാര്യം? പപ്പേ, ഞാൻ നേരത്തെ അമ്മയോടെ കാർട്ടൂൺ കാണാൻ ഫോൺ ചോദിച്ചപ്പോൾ അമ്മ തന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് വെള്ളത്തിലിട്ടു. വെരി ഗുഡ്. ഇതെൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. മോള് വാ, നമുക്ക് ഓരോ ഉമ്മ കൊടുത്ത് അമ്മയെ സെറ്റാക്കിയെടുക്കാം. ലക്ഷ അതും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ ലക്ഷ കാണുന്നത് തലയണയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന ശിവാനിയാണ്. ജാനിയെ ബെഡിലിരുത്തി ലക്ഷ ശിവാനിയോട് പറ്റിച്ചേർന്ന് കിടന്നു. അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിലും തോളിലും ചുണ്ട് ചേർത്തുകൊണ്ട് കാതോരം മാത്രമായി പറഞ്ഞു, സോറി, നമുക്ക് പുതിയ ഫോൺ വാങ്ങിക്കാം. അതൊരു പഴയ ഫോണല്ലേ ശിവാനി, ഇത്രയും ചെറിയ കാര്യത്തിനാണോ താൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾ കുഞ്ഞല്ലേ. അവൾ ആകെ പേടിച്ചിരിക്കുക. അത് കേട്ടതും ശിവാനി മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അതൊരു പഴയ ഫോണായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. അതെൻ്റെ ജീവനാണ്. അതിലെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ഇനി അതൊക്കെ എങ്ങനെയാണ് കിട്ടുക? ആ വിഷമത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോയതാ. പോട്ടെ, ഞാനത് എങ്ങനെയും ശരിയാക്കി തന്നേക്കാം. തൽക്കാലം എൻ്റെ കുഞ്ഞിന് മാപ്പ് കൊടുത്തേക്ക് ശിവാനി. ജാനിക്കുട്ടി അമ്മയോട് സോറി പറ എന്നും പറഞ്ഞു അവളെ അരികിൽ ചേർത്ത് പിടിച്ചു. ജാനി അമ്മയോട് സോറി പറഞ്ഞു. ശിവാനി കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. ഇനി ജാനിക്കുട്ടി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേക്ക്. ലക്ഷ അത് പറഞ്ഞതും ശിവാനി അവളുടെ ചുംബനത്തിനായി മുഖം നീട്ടി കാത്തിരുന്നു. ജാനി എഴുന്നേറ്റ് നിന്ന് അമ്മയുടെ കവളിൽ കുഞ്ഞു കടി കൊടുത്തതും ശിവാനി ചുണ്ട് കൂർപ്പിച്ച് അവളെ നോക്കി. അത് കണ്ട് ലക്ഷ് പറഞ്ഞു, ഇവളെ വയറ്റിലിട്ട് നീ എനിക്ക് എന്തോരം കടി തന്നതാ, പിന്നെ എങ്ങനെയാ നിന്റെ സ്വഭാവം കിട്ടാതിരിക്കുക? ലക്ഷ് ശിവാനിയെ കളിയാക്കി. ഇനി മോള് ദേ അവിടെ പോയിരുന്ന് കളിച്ചോട്ടോ. ലക്ഷ് ജാനിയോട് അവളുടെ ടോയ്സ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ പോയി കളിക്കാൻ തുടങ്ങി. ലക്ഷിൻ്റെ നോട്ടവും വരവും കണ്ടു ശിവാനിക്ക് അത്ര പന്തിയായി തോന്നിയില്ല. എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേക്കാം എന്ന് കരുതി എഴുന്നേക്കാൻ നേരാണ് അവൻ അവളുടെ ഇരുകൈയും അവൻ്റെ കൈയോട് ചേർത്ത് വെച്ച് അവളുടെ മേലെ അമരുന്നത്. അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയം എഴുപ്പേറി വന്നു. ആ വരവ് തൻ്റെ അധരങ്ങൾ ലക്ഷ്യം വെച്ചാണെന്ന് മനസ്സിലായതും അവൻ്റെ അധരങ്ങൾ തൻ്റെ അധരവുമായി കുരുക്കാൻ നേരം അവൾ മുഖം തിരിച്ചു. അന്നേരം അവൻ്റെ അധരങ്ങൾ ചെന്ന് പതിഞ്ഞത് അവളുടെ കഴുത്തിലും. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ അധരങ്ങൾ കഴുത്തിൽ ആകമാനം ഇഴഞ്ഞു നടന്നു. അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീല ഞരമ്പിലേക്ക് അവൻ പതിയെ പല്ലുകൾ ആഴ്ത്തിയതും അവൾ എരി വലിച്ചു. ആ കണ്ണേട്ട, എന്താ ഇത്, വിട്. പെട്ടെന്നാണ് തൻ്റെ പുറത്തേക്ക് എന്തോ വെച്ച് ഇടിച്ചതുപോലെ ലക്ഷ്മി ഫീൽ ചെയ്യുന്നത്. അവളിൽ നിന്നും അടർന്നു മാറി തല ഉയർത്തി നോക്കിയപ്പോഴാണ് പ്ലാസ്റ്റിക് ബാറ്റും പിടിച്ച് നിൽക്കുന്ന ജാനിയെ കാണുന്നത്. ജാനിക്കുട്ടിയെ, നീ പപ്പയെ അടിച്ചോ? ലക്ഷ്യ ചോദിച്ചു. അടിച്ചു. പപ്പ എന്തിനാ അമ്മയെ കൊല്ലാൻ നോക്കിയത്? അത് കേട്ടതും ലക്ഷ്യം ശിവാനി മുഖത്തോട് മുഖം നോക്കി. കണക്കായിപ്പോയി, കുഞ്ഞിന് മുന്നിൽ നിന്ന് റൊമാൻസ് കളിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞു അവനെ തള്ളി മാറ്റി മുറിവിട്ടിറങ്ങാൻ നേരാണ് ലക്ഷ്യ പറയുന്നത്, നാളെ രാവിലെ തറവാട്ടിലേക്ക് പോവാൻ ഒരുങ്ങിക്കോളാൻ. അത് കേട്ട് ശിവാനി വിശ്വാസം വരാതെ അവനെ നോക്കി. ശരിക്കും പറഞ്ഞതാ, ഞാൻ തീരുമാനം മാറ്റി. നേരത്തെ അമ്മാവൻ വിളിച്ചിരുന്നു. നമ്മൾ അവന്തികയുടെ കല്യാണത്തിന് വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മുതൽ മുത്തശ്ശി ടെൻഷനിലായിരുന്നു അത്രേ. ഇന്നലെ മുത്തശ്ശിക്ക് ചെറിയൊരു നെഞ്ചുവേദന കൂടി വന്നൂന്ന്. ഇനിയും ടെൻഷൻ വരാതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇത്തവണ നമ്മളെല്ലാം മറന്ന് അങ്ങോട്ട് ചെന്നില്ലേ മുത്തശ്ശിയുടെ അസുഖം കൂടുകയുള്ളൂ എന്നും പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരിക്കൽ കൂടി ക്ഷമിച്ചേക്കാന്ന്. ലക്ഷു പറഞ്ഞു നിർത്തി. അപ്പോൾ മാളുവും ഗൗതം ചേട്ടനും കൂടി വരുമായിരിക്കുമല്ലേ? പിന്നല്ലാതെ ഞാൻ പോകുന്നെങ്കിൽ മാത്രം അവനും പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നാളെ പോവാം. അത് കേട്ടതും ശിവാനി ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ മുറിവിട്ടിറങ്ങി. ലക്ഷ്യം ശിവാനിയും ജാനിയും ഗൗതവും മാളവും അവരുടെ മകൾ ദേവൂട്ടിയും തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം 2 കപ്പിൾസും കുഞ്ഞുങ്ങളുമായി ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അവരുടെ വണ്ടി തറവാട്ട് മുറ്റത്തെത്തിയതും ദേവൂട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നിന്ന് മാളുവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഗൗതം അത് വാങ്ങിച്ചു ശബ്ദം കൂട്ടി വീഡിയോ പ്ലേ ചെയ്യുന്നത്. സംഭവം മാളു ഫോണിൽ സംസാരിക്കുന്നത് ദേവൂട്ടി മറ്റൊരു ഫോണിൽ പകർത്തിയതാണ്. കുട്ടി കളിക്കുന്ന ടൈമിൽ അറിയാതെ പകർത്തിയതാണ്. എല്ലാവരും ശ്രദ്ധ വീഡിയോയിലേക്ക് നീണ്ടു. എൻ്റെ ഏട്ടത്തി, നമുക്ക് കല്യാണത്തിന് തറവാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രാമ കളിച്ചേ പറ്റൂ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അച്ചുവേട്ടൻ അറിയാനൊന്നും പോണില്ല. അവന്തികയുടെ കല്യാണം, എനിക്ക് എന്തായാലും പോകണം. അച്ചുവേട്ടൻ പോയില്ലേലേ മൂപ്പരും പോയില്ല. അമ്മാതിരി ഫ്രണ്ട്ഷിപ്പാണല്ലോ 2 പേരും. അച്ചുവേട്ടൻ എൻ്റെ ചേട്ടനായി പോയില്ലേ? ഇല്ലേ, 2ൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഞാൻ എന്നേ 2ആയി ഒടിച്ച് കൈ കൊടുത്തേനെ. തൽക്കാലം നമുക്ക് മുത്തശ്ശി വെച്ച് കളിക്കാം. മുത്തശ്ശിക്ക് നെഞ്ചുവേദന ആണെന്നും ടെൻഷൻ വരാൻ പാടില്ല എന്നൊക്കെ നമുക്ക് വല്യമ്മാവനെ വെച്ച് പറയിപ്പിക്കാം. പിന്നെ ഒരു കാര്യം വല്യമ്മാവൻ ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മുടെ സരോജിനി തള്ള ഇത്തവണ വരില്ലെന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനും പോകുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മളൊന്ന് കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിച്ചാലും ഇതേ പറയാൻ പാടുള്ളൂ, നമ്മൾ ഇന്നേ ദിവസം പാറേപ്പള്ളി ധ്യാനത്തിലായിരുന്നു എന്ന്. ഓക്കെ, ഇനി പറഞ്ഞാൽ തന്നെ അച്ചുവേട്ടനായിട്ട് 2 ഉമ്മ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വെക്കുവാണേ, ബായ്. വീഡിയോ കഴിഞ്ഞതും ശിവാനി ദയനീയമായി മാളുവിനെ നോക്കി.
നമ്മൾ തീർന്നടി എന്ന പോലെ ആയിരുന്നു ആ നോട്ടം. ഗൗതമിന്റെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ട് മാളു നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ഏട്ടത്തി പേടിക്കണ്ടെന്ന്, ഇതേ സ്ഥലത്തി, ഇത് നമ്മുടെ ഏരിയ ആണ്, പെട്ടെന്ന് രക്ഷപ്പെട്ടോ, 2 ദിവസത്തിന് മുന്നിൽ ചെന്ന് ചാടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് മാളു ഡോറും തുറന്ന് ഒരൊറ്റ ഓട്ടായിരുന്നു. പിന്നാലെ അവളെ പിടിക്കാൻ ഗൗതമും. ശിവാനി ആണെങ്കിൽ ലക്ഷിനെ പറ്റിപ്പോയി എന്ന പോലെ നോക്കി. എന്നിട്ട് മെല്ലെ ചാടിയിറങ്ങാൻ നേരാണ് അവളുടെ കയ്യിൽ ലക്ഷിൻ്റെ പിടി വീഴുന്നത്. ജാനിയും ദേവിനെയും നോക്കിക്കൊണ്ട് ലക്ഷ് പറഞ്ഞു, മക്കൾ ഇറങ്ങിക്കോട്ടാ, ഞങ്ങളിപ്പോൾ വരാവേ. അത് കേട്ടതും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കുട്ടികൾ ഇറങ്ങിയതും ലക്ഷ് ശിവാനിയെ നെഞ്ചിലേക്കിട്ട് വലിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയാലോ ശിവാനി, കള്ളത്തരങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എനിക്കിഷ്ടമല്ല എന്ന്. അതുകൊണ്ട് ഈ ഒരു തെറ്റിന് ശിക്ഷ വേണ്ടേ ശിവാനി കുട്ടിക്ക്? വേണ്ട, ശിവാനി തലയനക്കി. വേണം, അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്നും വസ്ത്രം അല്പം താഴ്ത്തി ആരും കാണാത്ത രീതിയിൽ അവിടെ അവൻ്റെ പല്ലുകൾ ആഴ്ത്തിയതും ശിവാനി വേദന കൊണ്ട് അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. ഇത് കുഞ്ഞു ശിക്ഷയാണ്, വലിയ ശിക്ഷ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. രാത്രി മോളെ അമ്മയുടെ കൂടെ കിടത്തിയാൽ മതി. എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കുളപ്പടവിലേക്ക് വരണം. നമ്മുടെ പ്രണയത്തിൻ്റെ 3ാം ഘട്ടം ആരംഭിക്കുകയാണ്. ലവ് ഇൻ മേലെടുത്ത് തറവാട് സീസൺ 3 എപ്പടി? ഇവിടെ നിന്നാണ് നമ്മുടെ പ്രണയം കൂടുതൽ ശക്തമായത്. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒന്നായത്. ഇവിടെ നിന്നാണ് എൻ്റെ പ്രണയത്തിൻ്റെ അംശം നിൻ്റെ വയറ്റിൽ വളരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ കൊണ്ട് എനിക്കെന്നും ഇവിടം സ്പെഷ്യലാണ്. ഇതിപ്പോൾ നീയായിട്ട് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചതാണ്. അതുകൊണ്ട് എന്നിലെ വന്യമായ പ്രണയം നീ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ ശിവാനി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടുകയും വേണം എന്നും പറഞ്ഞ് അവൻ കടിച്ചെടുത്ത് ചുണ്ട് ചേർത്ത് അവളുടെ കവിളിൽ കൂടി ചുംബിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. അതെ, എന്നെന്നും ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കി തരാമോ? അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും ശിവാനി. നീ ആദ്യം ആ ഡ്രസ്സൊക്കെ നേരെയാക്കി ഇറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിലേ ഞാൻ ഒന്നുകൂടി കടിച്ചെന്ന് വരാം. അന്നേരം അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. നാണം കലർന്നൊരു പുഞ്ചിരി ലക്ഷിനെ സമ്മാനിച്ചു തൻ്റെ വലതുകാരം അവന് നേരെ നീട്ടിയതും ലക്ഷ് ശിവാനിയും ചേർത്ത് പിടിച്ചു അകത്തേക്ക് നടന്നു.